മക്കളെ നേരെ നോക്കിയിരുന്നോളൂ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൊഡക്റ്റ്. എന്താണ് മാത്സിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്? മൾട്ടിപ്പിൾ ചെയ്യണം. ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും എക്സാമിന് അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് എന്നോ ഈവൻ നമ്പേഴ്സ് എന്നോ ചോദിക്കുകയാണെങ്കിലും സെയിം ഇക്വേഷൻ ആണ് ചെയ്യേണ്ടത്. മക്കളെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. ഓഡ് നമ്പേഴ്സ് എന്നോ ഈവൻ നമ്പേഴ്സ് എന്നോ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ സെയിം ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഓഡിന്റെ പകരം ഈവൻ ചോദിച്ചാലും ഇതേ ഇക്വേഷൻ ആണ് മക്കളെ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാ ഇതിന്റെ കൂടെ ചെയ്തോളൂ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 225 ആണ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 225 ആണ്. 225 അല്ല 255 ആണല്ലേ. ഓക്കെ, 255 ആണ്. 255 ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? എക്സ് ഇൻറ്റു എക്സ് എത്ര മക്കളെ? എന്താണ് ആ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാല്? എക്സ് സ്ക്വയർ. അറിയാത്തവര് നോട്ട് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. ഇത് ഓക്കെ ആണോ? സോ ഇങ്ങനെയാണ് ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x ഈക്വൽ ടു 255. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നമ്മള് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് എന്ത്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡിന്റെ പേരെന്താണ്? സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് ഈ മെത്തേഡിന്റെ പേര്. എന്താണ് മെത്തേഡിന്റെ പേര്? സ്ക്വയർ കംപ്ലീഷൻ. സോ നിങ്ങൾ ഇവിടെ എന്ത് എഴുതി വെക്കണം? സ്ക്വയർ കംപ്ലീഷൻ എന്ന് എഴുതി വെക്കണം. ക്ലിയർ അല്ലേ? സോ എക്സ് സ്ക്വയർ ഞാൻ എഴുതി, 2x എഴുതി, ഈക്വൽ ടു 255. രണ്ട് സൈഡിലും ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? ഈ എക്സ് ഇല്ലേ, അതിന്റെ കോയിഫിഷ്യന്റ് ആരാ നോക്കുക. എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാ? 2 അല്ലെ? അതിന്റെ പകുതി, 2ന്റെ പകുതി എത്രയാണ്? 1. ആ 1ന്റെ സ്ക്വയർ ഇവിടെ എഴുതണം. ക്ലിയർ അല്ലേ? അതിന്റെ ആൻസർ 1 സ്ക്വയറിന്റെ ആൻസർ ഇവിടെ എഴുതുക. ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ എക്സ് ഇല്ലേ, എക്സ്, ആ എക്സിന്റെ കോയിഫിഷ്യന്റ് 2 അല്ലേ? എടാ 2 അല്ലേ? ആ 2ന്റെ ഹാഫ് എത്ര മക്കളെ? 1. ആ 1 സ്ക്വയർ ഇവിടെ എഴുതുക. അതിന്റെ ആൻസർ ആണ് ഇപ്പുറത്ത് എഴുതേണ്ടത്. ക്ലിയർ ആണോ? സോ ഇത് നമുക്കറിയാം എന്താണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞ സ്ക്വയർ പോകുമ്പോ എന്താ സംഭവിക്കുക മക്കളെ? ഇവിടെ സ്ക്വയർ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? റൂട്ട്. ഇനി ഈ റൂട്ട് 256 പഠിച്ചിരിക്കണം. എത്രയാണ്? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 16 അല്ലെ? ഇത് നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഏത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് 256 കിട്ടുക നോക്കിയാൽ മതി. സോ 16 ആണ് റൂട്ട്. ഇത് എങ്ങനെ എക്സ് ആണ്? 16 പ്ലസ് 1 ഇങ്ങോട്ട് എന്താ വരിക? -1. സോ വാട്ട് ഈസ് ആൻസർ? 15. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന ക്വസ്റ്റ്യൻ. വാട്ട് ആർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പേഴ്സ് എഴുതണം. വാട്ട് ആർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് എഴുതണം. രണ്ട് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു നമ്പർ ഓഡ് നമ്പർ 15 ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ ഏതാ? 17. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സോ ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കും.